Hi, good morning all. Welcome to Capital Budgeting Session 8. അപ്പോൾ നമ്മളിന്ന് രണ്ട് ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റും അതേപോലെ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ്. രണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സാണ്. ഇത് രണ്ട് ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിരുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 3-4 പ്രോബ്ലംസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഒന്നൊന്ന് അതിൻ്റെ റിവിഷൻ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അതല്ലെങ്കിൽ IRR കാൽക്കുലേഷൻ വെൻ ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വൽ നമ്മൾ ചെയ്തിരുന്നത് ആദ്യം തന്നെ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കുന്നു. അത് ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റ് വോളിയം ഫാക്ടർ, PV ഫാക്ടർ ഫോർമുല, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. PV ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആന്യൂറ്റി ടേബിളിൽ നമ്മൾ നോക്കിയിട്ട്. ഫസ്റ്റ് ട്രയൽ റേറ്റ് ഫിക്സ് ചെയ്ത ശേഷം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റ് ഫിക്സ് ചെയ്യുന്നു. സെക്കൻഡ് ട്രയൽ റേറ്റും ഫസ്റ്റ് ട്രയൽ റേറ്റും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ IRR കമ്പ്യൂട്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർപൊളേഷൻ ഫോർമുല. ഇൻ്റർപൊളേഷൻ ഫോർമുല വരുന്നത് L plus P1 minus Q divided by P1 minus P2 into H minus L. അതല്ലെങ്കിൽ ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV divided by പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV into ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഈ രണ്ട് ഫോർമുലാസ് ഏത് വേണേൽ യൂസ് ചെയ്യാം. ഇൻ്റർപൊളേഷൻ ഫോർമുലാസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. നമുക്ക് നോക്കാം. Under this method, adjustments are made in the discount rate which is done according to the degree of risk associated with the project. If the risk is high, the discount rate is raised, adding risk premium to the discount rate. ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. എന്താണെന്ന് നമുക്കറിയാം. നമുക്കൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ, ആ പെർസെൻറ്റേജിനാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ്, ദ എക്കോണമി ഈസ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. എപ്പോൾ വേണേൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതായത് എപ്പോൾ വേണേൽ പുതിയ പുതിയ ടെക്നോളജീസ് വരാം, അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാം. അപ്പോൾ എപ്പോഴും അവിടെ ഒരു റിസ്ക് ഒരു ഹിഡൻ ഫാക്ടറായിട്ട് അവിടെ ബേസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ പറഞ്ഞ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റേറ്റ്സ്, നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് മാറിക്കൊണ്ടിരിക്കാം, ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കാം. Therefore, we can never say that a risk it can be a rate of return can always be constant or stable. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിന് നമുക്ക് ഇത്ര റേറ്റ് ഓഫ് റിട്ടേൺ എല്ലാ വർഷവും നമുക്ക് ലഭിക്കും എന്നിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും there are chances that there are possibilities that it can be fluctuating. നമ്മൾ പറയുന്ന റിസ്ക് റേറ്റ് നമുക്ക് തിരിച്ച് കിട്ടണം എന്നില്ല. നമ്മൾ പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് അതിന് നമുക്ക് ക്യാഷ് ഇൻഫ്ലോയിട്ട് ലഭിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറിൻ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ആ ഡിസ്കൗണ്ട് റേറ്റിലാണ്. നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു. അതായത് ആ ഡിസ്കൗണ്ട് റേറ്റിനെ കുറച്ചുകൂടി ഹയർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഒരു പ്രീമിയം, റിസ്ക് പ്രീമിയം ആഡ് ചെയ്യുന്നു. ഇഫ് ദ റിസ്ക് ഈസ് ഹൈ അറ്റ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് റേസ്ഡ്, ആഡിങ് റിസ്ക് പ്രീമിയം ഇൻ ഡിസ്കൗണ്ട് റേറ്റ്. നമ്മൾ എത്രത്തോളം ആ ഡിസ്കൗണ്ട് റേറ്റ് ഹയർ ആക്കി കീപ്പ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ സൈമൾട്ടേനിയസ്ലി നമുക്ക് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ കുറയുന്നു. ക്യാഷ് ഇൻഫ്ലോ കുറയുമ്പോൾ നമുക്ക് എന്തായാലും നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലോവറായിട്ടാണ് കാണാം. എന്നിരുന്നാലും ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കുറഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും നമ്മളവിടെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ് ഹയർ റിസ്ക് ആഡ് ചെയ്തിട്ട്. സോ ദാറ്റ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഹേർഡിൽസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് വരികയാണെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ നമുക്ക് ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി വെക്കാം. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവിടെ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്. ഡിസ്കൗണ്ട് റേറ്റിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. പ്രീമിയം റിസ്ക് ആഡ് ചെയ്യുന്നു. നമുക്ക് എത്രയാണ് പെർസെൻറ്റേജ് റിസ്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, അതിലൂടെ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രീമിയം റിസ്ക് ആഡ് ചെയ്യുന്നു സേഫർ സൈഡായിട്ട് നിൽക്കാൻ വേണ്ടി. നമുക്ക് എന്താ നമുക്ക് നോക്കാം. പ്രോബ്ലമിലൂടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Arun Limited is considering a new project. Two alternative proposals are available, X and Y, each costing 5 lakhs.
ക്യാഷ് ഇൻഫ്ലോസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ആസ് അണ്ടർ. രണ്ട് പ്രൊജക്ട്സാണ് വരുന്നത്, എക്സും വൈയും. എക്സിന് മാത്രം ഇപ്പോൾ വായിക്കാം. ഇയർ 1 എക്സ് 1,80,000, ഇയർ 2 1,50,000, ഇയർ 3 1,20,000, ഇയർ 4 1 lakh. ഇനി നെക്സ്റ്റ് ആണ് വൈ പ്രപ്പോസൽ. ഇയർ 1 2,50,000, ഇയർ 2 1,80,000, ഇയർ 3 1,50,000, ഇയർ 4 1,40,000. The company has a target return on capital of 10%. Risk premium rates are 2% and 8% respectively for project X and Y. State which project is better. അപ്പോൾ നമ്മൾ നോർമലി സാധാരണ NPV അല്ലെങ്കിൽ IRR കണ്ടുപിടിക്കുന്നത് കാണുന്ന പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഇതിലും കോസ്റ്റ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ റിസ്ക് പ്രീമിയം റേറ്റ്സ് ആർ 2% and 8% റെസ്പെക്റ്റീവ്ലി ഫോർ പ്രൊജക്ട് എക്സ് ആൻഡ് വൈ. ഇത് മാത്രമേ ഉള്ളൂ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ വരുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എക്സ് 10 + 2% 12%, വൈ 10 + 8% 18%. ഇത്രയേ ഉള്ളൂ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം. അതായത് നമുക്ക് ഓൾറെഡി കമ്പനി നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എമൗണ്ട് തന്നിട്ടുണ്ടാവും, എത്ര പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ 10% ആണ്. അതിൻ്റെ ഒപ്പം റിസ്ക് പ്രീമിയം കൂടി തന്നിട്ടുണ്ടാവും, അത് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഡിസ്കൗണ്ടിങ് റേറ്റ് നമുക്ക് ലഭിക്കും. ഇവിടെ എക്സിന് ന്യൂ ഡിസ്കൗണ്ടിങ് റേറ്റ് ഈസ് 12%, വൈ എന്ന് പറഞ്ഞ പ്രപ്പോസലിന് ന്യൂ ഡിസ്കൗണ്ടിങ് റേറ്റ് ഈസ് 18%. റിസ്ക് പ്രീമിയം തന്നിരിക്കുന്ന റിട്ടേൺ ഓൺ ക്യാപിറ്റലായിട്ട് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി പിന്നീട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇയർ 1 പ്രൊജക്ട് എക്സ് ക്യാഷ് ഇൻഫ്ലോസ് 1,80,000, 1,50,000, 1,20,000, 1 lakh. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12% ആണ്, ന്യൂ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ്. തന്നിരിക്കുന്ന റിസ്ക് പ്രീമിയം റേറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ന്യൂ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12%, 0.893, 0.797, 0.712, 0.636. ഇത് ബേസ് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓഫ് ദ കറസ്പോണ്ടിങ് ഇയർ. 1,60,740, 1,19,550, 85,440, 63,600. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് ആഡ് ചെയ്യുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 4,29,330. ഈ കാൽക്കുലേറ്റ് ചെയ്ത പ്രസൻറ്റ് വാല്യൂസിനൊക്കെ സമ്മപ്പ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് 4,29,330. NPV കണ്ടുപിടിക്കുക. ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ക്യാഷ് ഔട്ട് ഫ്ലോ, അതല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് പറഞ്ഞിട്ടുള്ള 5 lakhs ആണ്. NPV മൈനസ് 70,670. നെഗറ്റീവ് ഫിഗറാണ് 70,670. ഇതാണ് പ്രൊജക്റ്റ് എക്സിൻ്റെ NPV വരുന്നത്. ഇതേ സെയിം പാറ്റേണിൽ പ്രൊജക്റ്റ് വൈൻ്റെയും NPV കണ്ടുപിടിക്കുക. പുതിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ന്യൂ ചേഞ്ച് വരുന്നത് ആ ഡിസ്കൗണ്ട് റേറ്റിൽ മാത്രമാണ്. പ്രീമിയം ആഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആയിരിക്കും നമ്മുടെ കറണ്ട് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ വൈൻ്റെ പ്രീമിയം ആഡ് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് 18% ആണ്. നമുക്ക് നോക്കാം. പ്രൊജക്റ്റ് വൈ ക്യാഷ് ഇൻഫ്ലോസ് 2,50,000, 1,80,000, 1,50,000, 1,40,000. ഡിസ്കൗണ്ടിങ് ഫാക്ടർ വരുന്നത് റിസ്ക് പ്രീമിയം ആഡ് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് 18%, 0.847, 0.718, 0.609, 0.516. ആസ് യൂഷ്വൽ NPV കണ്ടുപിടിക്കാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഫോർ ദാറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ. പ്രസൻറ്റ് വാല്യൂസ് 2,11,750, 1,29,240, 91,350, 72,240. ക്യാഷ് ഇൻഫ്ലോസും ഡിസ്കൗണ്ടിങ് ഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതോടെ നമുക്ക് നമ്മുടെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പ്രസൻറ്റ് വാല്യൂസിൻ്റെ സമ്മപ്പാണ് 5,04,580 ആണ് വരുന്നത്. NPV കണ്ടുപിടിക്കാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോ. NPV ഈസ് ഈക്വൽ ടു 4,580. പോസിറ്റീവ് ഫിഗറാണ്. പ്രൊജക്റ്റ് എക്സ് നമുക്ക് ലഭിച്ച NPV മൈനസ് 70,670 ആണ്. പ്രൊജക്റ്റ് വൈയിൽ നമുക്ക് ലഭിച്ച NPV 4,580 പോസിറ്റീവ് ഫിഗറാണ്. ഈവൻ അറ്റ് എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് പ്രൊജക്റ്റ് വൈ yields a higher NPV. Hence, project Y is better.
ഓർഗനൈസേഷൻ ഈ എക്കോണമിക് കണ്ടീഷൻസ് ഫ്ലക്ച്വേറ്റിംഗ് ഡൈനാമിക് ആയതുകൊണ്ട് ഒന്ന് സേഫർ സൈഡ് നിൽക്കാൻ വേണ്ടിയാണ് ഹയർ റിസ്ക് പ്രീമിയം ആഡ് ചെയ്തിട്ട് ഡിസ്കൗണ്ടിങ് റേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത NPVs ആണ് -7670 4580. അപ്പോൾ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഫാക്ടർ യൂസ് ചെയ്തിട്ടും ഹയർ NPV നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് Y ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ. എക്കോണമിയിലെ ഫ്ലക്ച്വേറ്റിംഗ് കണ്ടീഷൻസ്, പുതിയ റൂൾസ് അല്ലെങ്കിൽ ടെക്നോളജീസ് വരികയാണെങ്കിലും നമുക്ക് എന്തായാലും പ്രൊജക്റ്റ് വൈ നമുക്കൊരു പ്രോഫിറ്റബിൾ പ്രപ്പോസലാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു NPV അറ്റ് എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയുള്ള നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പ്രീമിയം തന്നിട്ടുണ്ടാകും, റിസ്ക് പ്രീമിയം തന്നിട്ടുണ്ടാകും. അത് നമ്മുടെ നോർമൽ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ന്യൂ ഡിസ്കൗണ്ട് റേറ്റ്, ന്യൂ അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. അത് യൂസ് ചെയ്തിട്ട് NPV കാൽക്കുലേറ്റ് ചെയ്യുക. നോർമൽ പ്രൊസീജിയേഴ്സ് ഏതാണ് ബെറ്റർ എന്ന് പറയുക, അഡ്വൈസ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡ്. Certainty equivalent method. Under this method, the risk involved in the project is taken into consideration by adjusting the expected cash flows and not the discount rate. The risk-free cash flows are reduced to a certain level by using the correction factor or risk adjustment factor. അപ്പോൾ ഈ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിരുന്നത്. നേരെ മറിച്ച് ഈ പറഞ്ഞ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത് ക്യാഷ് ഫ്ലോസിലാണ്, ക്യാഷ് ഇൻഫ്ലോസിലാണ്. അതാണ് വ്യത്യാസം വരുന്നത് വിത്ത് സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡ് ആൻഡ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. ആൻഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഈസ് യൂസിങ് എ കറക്ഷൻ ഫാക്ടർ ഫോർമുല വിച്ച് ഇസ് കോൾഡ് ആസ് സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻറ്റ്. അതിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. Certainty equivalent coefficient CE coefficient equals risk free cash flow divided by risky cash flow. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത് ക്യാഷ് ഇൻഫ്ലോസിലാണ് ആൻഡ് നോട്ട് അപ്പോൺ ദി ഡിസ്കൗണ്ട് റേറ്റ്. ഇത് ചെയ്യാനുള്ള നമ്മൾ മെത്തേഡ് എങ്ങനെയാണ് സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാൽക്കുലേറ്റ് സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻറ്റ്. ഒന്നില്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻസിൽ തന്നെ ഡയറക്റ്റായിട്ട് CE കോയിഫിഷ്യൻ തന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഓൾറെഡി റിസ്കി ക്യാഷ് ഫ്ലോ എത്രയാണെന്നും അതേപോലെ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ സെർട്ടനിറ്റി കോയിഫിഷ്യൻറ്റ് ഇക്വാലൻറ്റ് കോയിഫിഷ്യൻറ്റ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ റിസ്കി ക്യാഷ് ഫ്ലോ അതേപോലെ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. ഇത് രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ നമുക്ക് നോക്കാം. ദ ഫോർമുല ഈസ് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് റിസ്കി ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 80,000 റുപ്പീസ് ആണെന്നും അതേപോലെ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 60,000 റുപ്പീസ് ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സെർട്ടനിറ്റി കോയിഫിഷ്യൻ ഫാക്ടറാണ് നമുക്ക് വേണ്ടത്. സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ ഫാക്ടർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോയും റിസ്കി ക്യാഷ് ഫ്ലോയും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 ഡിവൈഡഡ് ബൈ 80,000 നമുക്ക് നമ്മുടെ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ ഫാക്ടർ എത്രയാണ് നമുക്ക് ലഭിക്കും? 0.75. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആണ് കാൽക്കുലേറ്റ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ ഫാക്ടർ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുന്നു. അതായത് ഗീവൺ ക്യാഷ് ഫ്ലോസ് ഫോർ ദ ഇയർ ഇൻറ്റു CE കോയിഫിഷ്യൻറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ക്യാഷ് ഫ്ലോസ് എത്രയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുക ഈ കാൽക്കുലേറ്റ് ചെയ്ത CE കോയിഫിഷ്യൻ്റ് ആയിട്ട്. തേർഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ഫോർ ഈച്ച് ഇയർ. ഇത് നോർമലി നമ്മൾ NPV കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സെർട്ടനിറ്റി ഇക്വാലൻറ്റ് മെത്തേഡിൽ പുതിയതായിട്ട് 2 സ്റ്റെപ്പ് വന്നിരിക്കുന്നത്, ഒന്ന് സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ സെർട്ടനിറ്റി ഇക്വാലൻറ്റ് കോയിഫിഷ്യൻ ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് ക്യാഷ് ഫ്ലോസ് ഫോർ ദി ഇയർ. ഇത് രണ്ടും മാത്രമാണ് പുതിയൊരു സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള നോർമൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are 2 projects A and B. Each involves an investment of 1 lakh.
the expected cash inflows and the certainty coefficient are as follows. Project A, Project B. ആദ്യം ഞാൻ പ്രൊജക്റ്റ് എനെ മാത്രം വായിക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോസ് 60,000, CE കോയിഫിഷ്യൻറ്റ് 0.8. ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ 50,000, CE കോയിഫിഷ്യൻറ്റ് 0.7. ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 50,000, CE കോയിഫിഷ്യൻറ്റ് 0.9. പ്രൊജക്റ്റ് ബിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇയർ 1 ക്യാഷ് ഇൻഫ്ലോസ് 50,000, CE കോയിഫിഷ്യൻറ്റ് 0.9. ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ 70,000, CE കോയിഫിഷ്യൻറ്റ് 0.8. ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 50,000, CE കോയിഫിഷ്യൻറ്റ് 0.7. റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് ഈസ് 10%. സ്റ്റേറ്റ് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോയിഫിഷ്യൻ്റ് ആണ്. പക്ഷേ അത് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. CE കോയിഫിഷ്യൻ്റ് എത്രയാണെന്ന് ഡയറക്റ്റ്ലി ഓരോ വർഷത്തെയും ഓരോ ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ടുള്ള എത്രയാണ് വരുന്നതെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ ദ ഫോർമുല ഫോർ CE കോയിഫിഷ്യൻ്റ് ഈക്വൽസ് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. ഇത് ചെയ്താൽ നമുക്ക് CE കോയിഫിഷ്യൻ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. സ്റ്റെപ്പ് 1 കാൽക്കുലേറ്റ് സെർട്ടിനിറ്റി ഇക്വലൻറ്റ് കോയിഫിഷ്യൻറ്റ്. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ. എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ മൾട്ടിപ്ലൈഡ് വിത്ത് CE കോയിഫിഷ്യൻറ്റ്. നമ്മുടെ ക്യാഷ് ഫ്ലോസ് എത്രയാണ് തന്നിരിക്കുന്നത്, ഗീവൺ ക്യാഷ് ഫ്ലോസ്, അത് ഇൻറ്റു CE കോയിഫിഷ്യൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ലഭിക്കുന്നതാണ്. സൊല്യൂഷൻ നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോസ്. പ്രൊജക്റ്റ് ചെയ്ത് ആദ്യം നോക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന്, ഇയർ 2 ക്യാഷ് ഇൻഫ്ലോ, ഇയർ 3 ക്യാഷ് ഇൻഫ്ലോ 50,000. അത് അതേപോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് വി നോ ദ CE കോയിഫിഷ്യൻറ്റ് 0.8, 0.7, 0.9. Therefore റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 60,000 ഇൻറ്റു 0.8, 48,000. ഇയർ 2 50,000 ഇൻറ്റു 0.7, 35,000. ഇയർ 3 50,000 ഇൻറ്റു 0.9, 45,000. ആ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് കറസ്പോണ്ടിങ് CE കോയിഫിഷ്യൻറ്റ് ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് നമ്മുടെ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രൊജക്റ്റ് എയുടെ നമുക്ക് കിട്ടി. പ്രൊജക്റ്റ് ബിയുടെയും സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 50,000, CE കോയിഫിഷ്യൻറ്റ് 0.9. ദെർഫോർ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 0.9, 45,000. അതേപോലെ തന്നെയാണ് ക്യാഷ് ഇൻഫ്ലോ 70,000, CE കോയിഫിഷ്യൻറ്റ് 0.8. Therefore 70,000 into 0.8, that is 56,000. Cash inflow 50,000, CE coefficient 0.7, 50,000 into 0.7, risk adjusted cash inflow 35,000. പ്രൊജക്റ്റ് എയുടെയും അതേപോലെ പ്രൊജക്റ്റ് ബിയുടെയും റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 3 എന്താ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ഫോർ ഈച്ച് ഇയർ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ക്യാഷ് ഇൻഫ്ലോസും ഓരോ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസും നമ്മൾ ഇന്നത്തെ വിലയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ഓൾറെഡി റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10% ആണ്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് പ്രൊജക്റ്റ് ആദ്യം നമുക്ക് നോക്കാം. ക്യാഷ് ഇൻഫ്ലോസ് 48,000, 35,000, 45,000. ഇനി പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. 48,000, 35,000, 45,000. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% തന്നിട്ടുണ്ട്. 0.909, 0.826, 0.751. ഇത് ബേസ് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 48,000 into 0.909, 35,000 into 0.826, 45,000 into 0.751. Total present value cash inflow 1,06,337. And given the cost of each project അല്ലെങ്കിൽ each investment is 1 lakh rupees. കോസ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര നമുക്ക് തന്നിട്ടുണ്ട്, 1 lakh rupees ആണ്. Therefore net present value equals 6,337. പോസിറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ ഇതേപോലെ പ്രൊജക്റ്റ് ബിയുടെയും കാൽക്കുലേറ്റ് ചെയ്യുക. ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് 45,000, 56,000, 35,000. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% നമുക്കറിയാം. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 40,905, 46,256, 26,285. Cash inflows multiplied with discounting factor corresponding year. Therefore, total present value cash inflow 1,13,446.
കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Therefore net present value equals 13,446. രണ്ടും പോസിറ്റീവ് ഫിഗേഴ്സ് ആണ്. The NPV of project B is higher than that of project A. Hence project B is better than project A. ഹയർ NPV നമുക്ക് ലഭിക്കുന്നത് പ്രൊജക്ട് ബിയിലാണ്, 13,446 ആണ്. Therefore we are accepting project B. അപ്പോൾ ഈ പറയുന്ന സെർട്ടനിറ്റി ഇക്വലൻ മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്യാഷ് ഇൻഫ്ലോസിലാണ് നമ്മൾ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ക്യാഷ് ഇൻഫ്ലോസിൽ ഗീവൺ CE കോയിഫിഷ്യൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസിനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലോട്ട് നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിലാണ് മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടാണ് നമ്മൾ റിസ്ക് പ്രീമിയം ആഡ് ചെയ്തിട്ട് ന്യൂ അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റും അതേപോലെ സെർട്ടനിറ്റി ഇക്വലൻ മെത്തേഡും. താങ്ക് യു ഓൾ.